ഹലോ കുട്ടീസ്, ലൈഫ് വിത്ത് ഐശ്വര്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക 1-ാം തീയതി എല്ലാവരും അമ്പലത്തിലൊക്കെ പോയായിരുന്നോ? അപ്പോൾ ഞാൻ കർക്കിടക 1-ാം തീയതി കായംകുളത്തുള്ള ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലോട്ടാണ് പോയത്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോവാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ പോകാൻ നല്ല ദൂരം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പോവാറുണ്ട്. അമ്പലങ്ങളിൽ മാത്രമല്ല, പള്ളികളിലും ഒക്കെ ഞാൻ പോവാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകാൻ. എന്ത് നല്ല അറ്റ്മോസ്ഫിയർ ആണെന്നോ അവിടുത്തെ. നമുക്ക് കുറേ നേരം അവിടെയൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും. നമ്മുടെ മനസ്സിന് നല്ല സമാധാനം കിട്ടുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡിവോഷണൽ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിൽ എന്ത് സ്ട്രെസ് ഉണ്ടായാലും ഇതുപോലെ അമ്പലത്തിലൊക്കെ പോയി അരയാലിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ആ കാറ്റൊക്കെ കൊള്ളുമ്പോൾ അതെല്ലാം മാറിപ്പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ പോയി യേശുപ്പൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിക്കുമ്പോഴും ഭീമ പള്ളിയിൽ പോകുമ്പോഴും ഒക്കെയാണ് എന്തോ ഒരു മാജിക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ പോകാൻ ഇഷ്ടം ഇതുപോലെ അന്നദാനം കഴിക്കാനാണ്. എല്ലാവരും തുല്യരായി നിന്ന് ഇതുപോലെ ക്യൂ നിന്ന് നമ്മൾ അന്നദാനം വാങ്ങി കഴിക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ മനസ്സിന്. കഞ്ഞിസദ്യയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് കാറിലോട്ട് നടക്കുമ്പോൾ കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ നമ്മുടെ ശ്രദ്ധ പോകുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കടകളിലായിരിക്കും. ആലപ്പുഴക്കാർ എത്ര സ്നേഹമുള്ളവരാണെന്ന് എനിക്ക് ഈ ഒരു കടയിൽ കയറി നിന്ന് മനസ്സിലായി. പണത്തെക്കാളും സ്നേഹത്തിന് മൂല്യം കൊടുക്കുന്നവരാണെന്ന്.